നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി VS, ചീഫ് മെഡിക്കൽ ഓഫീസർ, ശ്രീഹരി ആയുർവേദ ക്ലിനിക് ആൻഡ് പഞ്ചകർമ്മ സെൻറ്റർ, പള്ളിമുക്ക്, ഓടനാവട്ടം. മഴക്കാലം രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന കാലമാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനുള്ള മാർഗങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. മികച്ച രോഗപ്രതിരോധ ശേഷിക്ക് മതിയായ പോഷകാഹാരവും ചിട്ടയായ ഭക്ഷണക്രമവും ജീവിതശൈലിയും വൈറ്റമിനുകളും ധാതുക്കളും ആവശ്യമാണ്. അതിനാൽ പോഷകങ്ങളുടെയും മൈക്രോ ന്യൂട്രിയൻസിൻ്റെയും കുറവ് രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്നു. ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചതുകൊണ്ട് മാത്രം പ്രതിരോധശേഷി വർദ്ധിക്കില്ല. പകരം ശരീരത്തിന് ധാരാളം പോഷകങ്ങൾ നൽകുന്ന വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുവാൻ ശ്രദ്ധിക്കണം. നല്ല ആരോഗ്യം നിലനിർത്തുന്നതിന് സമീകൃത ആഹാരം പ്രധാനമാണ്. അതായത് ദിവസവും പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക. പഴങ്ങളിൽ പ്രധാനമായും സിട്രസ് ഫ്രൂട്ട്സ് ആയ ഓറഞ്ച്, മൊസംബി, നാരങ്ങ, ബെറീസ് ആയ സ്ട്രോബെറി, ബ്ലൂബെറി എന്നിവയെല്ലാം കഴിക്കാവുന്നതാണ്. പച്ചക്കറികളിൽ പ്രധാനമായും ബ്രക്കോളി, ചീര, റെഡ് ക്യാപ്സിക്കം എന്നിവ ഉൾപ്പെടുത്താവുന്നതാണ്. പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കുക. ബീൻസ്, ചെറുപയർ പോലെയുള്ള പയറുവർഗ്ഗങ്ങൾ, വിത്തിനങ്ങളായ സൂര്യകാന്തി വിത്ത്, മത്തൻ വിത്ത് ഇവ ഉൾപ്പെടുത്തുക. കൂടാതെ മത്സ്യം, മുട്ട എന്നിവയും കഴിക്കുക. അപൂരിത കൊഴുപ്പുകൾ തിരഞ്ഞെടുത്ത് ചെറിയ അളവിൽ കഴിക്കുക. മഞ്ഞൾ, ഇഞ്ചി എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ധാരാളം വെള്ളം കുടിക്കുക. നിത്യവും കഴിക്കേണ്ടതായ ഭക്ഷണ പദാർത്ഥങ്ങളെപ്പറ്റി ആയുർവേദത്തിൽ പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്. ഞവരയരി, ചെറുപയർ, ഇന്ദുപ്പ്, ബാർലി, നെല്ലിക്ക, അന്തരീക്ഷ ജലം, പാല്, നെയ്യ്, മാംസം, തേൻ എന്നിവയാണ് ഇവ. ധാരാളം ധാതുക്കളും വിറ്റമിനുകളും എല്ലാം ചേർന്ന പോഷകങ്ങളുടെ ഒരു കലവറയാണ് ഈ ആഹാരങ്ങൾ. കൃത്യമായ അനുപാതത്തിൽ ഇവ കഴിക്കുകയാണെങ്കിൽ ശരീരത്തിലുള്ള ധാതുക്കളുടെയും മറ്റും ഏറ്റക്കുറച്ചിലുകൾ പരിഹരിച്ച് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ ഇവ സഹായിക്കുന്നു. പഞ്ചസാരയുടെ അമിത ഉപയോഗം, എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ എന്നിവ ഒഴിവാക്കുക. ഇനി ജീവിതശൈലിയെ എങ്ങനെ ക്രമപ്പെടുത്താം എന്ന് നോക്കാം. ഉറക്കത്തിന് മുൻഗണന കൊടുക്കുക. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരം സൈറ്റോകൈൻ എന്നൊരു പ്രോട്ടീൻ പുറപ്പെടുവിക്കുന്നുണ്ട്. ഇത് ആൻറ്റിബോഡിയുടെ ഉൽപ്പാദനത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ശരിയായ ഉറക്കം ഇല്ലെങ്കിൽ സൈറ്റോകൈൻ പുറപ്പെടുവിക്കുന്നത് കുറയുകയും തന്മൂലം രോഗപ്രതിരോധ ശേഷിയെ അത് ബാധിക്കുകയും ചെയ്യും. പതിവായി മിതമായ വ്യായാമം ചെയ്യുക. വ്യായാമം കോശങ്ങളുടെ പ്രവർത്തനത്തെ കാര്യക്ഷമമാക്കുകയും WBCയുടെ ചംക്രമണം വർദ്ധിപ്പിക്കുകയും രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും ചെയ്യുന്നു. സമ്മർദ്ദം നിയന്ത്രിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ജോലിയുടെ തിരക്ക് മൂലവും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ഒട്ടുമിക്ക ആൾക്കാരിലും സ്ട്രെസ് കണ്ടുവരുന്നുണ്ട്. വർഷങ്ങളായി വിട്ടുമാറാത്ത സ്ട്രെസ് ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺസായ കോർട്ടിസോൾ, അഡ്രിനാലിൻ എന്നിവയുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. ശരീരത്തിലെ ലിംഫോസൈറ്റുകളെ കുറയ്ക്കുകയും ചെയ്യുന്നു. തത്ഫലമായി പ്രതിരോധ പ്രവർത്തനത്തെ ബാധിക്കുന്നു. അമിതവണ്ണത്തിന് പ്രതിരോധ കോശങ്ങളുടെ എണ്ണം, ഘടന, പ്രവർത്തനം എന്നിവ മാറ്റുവാൻ കഴിയും. അതുകൊണ്ട് ആരോഗ്യപരമായ രീതിയിൽ ശരീരഭാരം നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. പുകവലി, മദ്യപാനം എന്നിവ ഒഴിവാക്കുക. വ്യക്തിശുചിത്വം ശീലിക്കുക.